ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ മറ്റൊരു വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇത്രയും സാധനങ്ങളുണ്ട്, പേടിക്കൊന്നും വേണ്ട. ഇത്രയും സാധനങ്ങൾ നമുക്കിവിടെ ചെറിയ പണിയുണ്ട്. പുതിയ വീടാണ്, അപ്പോൾ പുതിയ വീട് പണിഞ്ഞുകൊണ്ടിരിക്കുക. അതിൻ്റെ സാധനങ്ങളാണ് കിടക്കുന്നത്. ഇവിടെ നമുക്ക് കുറച്ച് ഷെഡ് പണിയുണ്ട്. 2 ഷെഡ് നമ്മൾ പണിയുന്നുണ്ട്. അതിന് നെറ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ ഡോറ് 3-4 ഡോറ് സെറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫ്രണ്ട് ഗേറ്റ് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം കൂടെ ഉള്ള സാധനങ്ങൾ ഒക്കെയാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഈ 1.5 കാലിൻ്റെ പട്ട ഉപയോഗിച്ചിട്ട് ഈ 1:1 വെൽഡ് മെഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇത് 5mm ആണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ കിണറിന് റിങ് അടിക്കാൻ പോവാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇവിടെ കുറേ പണിയുണ്ട്. നമ്മൾ ഈ വീഡിയോ എല്ലാം കൂടെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് കിണറിൻ്റെ റിങ്ങിൻ്റെ പരിപാടി ചെയ്യാം. അത് നമ്മൾ ചെയ്യാൻ പോകുന്നത് കിണറിൻ്റെ റിങ് നമ്മൾ തട്ടി വളച്ചെടുക്കാൻ പോകണം. അപ്പോൾ മെഷീനൊന്നും ഇല്ലാതെ നമ്മൾ ഒരു പലകല്ല നമ്മൾ തടി പീസ് ഉപയോഗിച്ചിട്ട് ഇതേപോലെ വെച്ചിട്ട് നമ്മൾ തട്ടി ഒന്ന് വളച്ചെടുക്കാൻ പോകണം. ഇച്ചിരി പരിപാടിയുള്ള പരിപാടിയാണ്. അപ്പോൾ ഇച്ചിരി മെനക്കേടാണ്. ഞാനിപ്പോൾ ഒറ്റയ്ക്കേ ഉള്ളൂ ഇത് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, പിടിക്കാനൊന്നും ആളില്ലാത്തതുകൊണ്ട് നമുക്ക് എന്തായാലും തട്ടി വളച്ചിട്ട് റിങ്ങായിട്ട് എടുക്കാം റൗണ്ടിന്. അപ്പോൾ നമ്മൾ തട്ടി വളച്ച് ഈ രീതിയിൽ എടുത്തിട്ടുണ്ട്. ഇത്രയും റൗണ്ടായിട്ട് നമുക്ക് അത്യാവശ്യം നല്ല റൗണ്ടിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഇതേപോലെ ഇവിടെ വെച്ചതിന് ശേഷം നമുക്ക് ഇവിടെ സ്പോട്ട് ചെയ്തെടുക്കണം. സ്പോട്ടെല്ലാം ഇച്ചിരി നല്ല വെൽഡ് ചെയ്ത് തന്നെ എടുക്കണം. ഇതേപോലെ വെച്ചിട്ട് നമുക്കൊന്ന് വെൽഡ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് കറക്റ്റ് റൗണ്ടിന് ഒന്നും കൂടെ തട്ടി നൂത്ത് ലെവലാക്കി എടുക്കാം. അങ്ങനെ നമ്മളിവിടെ വെൽഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ജോയിൻ്റ് അടിച്ചിട്ടുണ്ട് പട്ട തമ്മിൽ. ഇനി അടുത്തായിട്ട് നമ്മൾ ഇതിനകത്ത് കറക്റ്റ് ലെവൽ കിട്ടാൻ വേണ്ടി നമ്മൾ ക്രോസിന് 2 കമ്പിയും കൂടെ കൊടുക്കുന്നുണ്ട്. നമുക്കിവിടെ പഴയ വാർക്ക കമ്പി കിടപ്പുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ ഇതേപോലെ ക്രോസിന് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് സെൻറ്റർ നോക്കിയിട്ട് നമ്മൾ ഇതേപോലെ ക്രോസ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കൊടുത്തുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് റൗണ്ടായിട്ടിരിക്കും. പട്ട ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമാതിരി വള്ളിച്ച് കിടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് റൗണ്ടായിട്ട് നമുക്ക് കിട്ടും. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് തട്ടി ഒന്ന് ലെവലാക്കി എടുക്കുകയും ചെയ്യാം. ചവിട്ടി പിടിച്ചിട്ട് നമുക്ക് ചുറ്റിലുണ്ട് തട്ടി ലെവലാക്കി എടുക്കുകയും ചെയ്യാം. ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ബാക്കി പരിപാടിയും കൂടെ ചെയ്യാം. നമുക്ക് വെൽഡ് മെഷ് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇനി അടുത്തയാളെ അത് ഫ്രെയിം അടിക്കാറുണ്ട്. ഫ്രെയിം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന് സപ്പോർട്ട് കൊടുക്കാറുണ്ട്. സപ്പോർട്ട് 1:1 സ്ക്വയർ ട്യൂബാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് 1:1 സ്ക്വയർ ട്യൂബ് അളവെടുത്തിട്ട് മുറിച്ച് സെറ്റ് ചെയ്യണം. അതിനുശേഷമാണ് നമ്മൾ നെറ്റ് സെറ്റ് ചെയ്യുന്നത്. അങ്ങനെ ആദ്യം നമ്മൾ 2 സ്ക്വയർ ട്യൂബ് ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഡോറിന് അളവിനാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് സൈഡിലും ഇതേപോലെ പീസുകൾ കൊടുത്ത് വെൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്. സ്പോട്ട് അടിച്ച് വെച്ചിരിക്കുകയാണ് ഞാൻ. അപ്പോൾ ഇതേപോലെയാണ് നമ്മുടെ കിണറിൻ്റെ ഫ്രെയിം വരുന്നത്. അപ്പോൾ ഇതിനകത്താണ് നമ്മൾ ഡോർ അളവ് വരുന്നത്. ഡോർ നമ്മൾ ഇച്ചിരി വലുതായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് അത്യാവശ്യം വെള്ളം കോരുമ്പോൾ തട്ടാതിരിക്കാൻ വേണ്ടി വലിയ ഡോർ തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഫ്രെയിമിൻ്റെ അവസ്ഥ. നമുക്കിനി ഇതിനകത്ത് ഡോറും കൂടെ സെറ്റ് ചെയ്യാം. ഡോറിൻ്റെ ഇതിൻ്റെ അകത്ത് അളവെടുത്തിട്ട് നമുക്ക് അതേ അളവിന് ഇതേപോലെ വെച്ചിട്ട് വെൽഡ് ചെയ്തെടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് ലെവലായിട്ട് കിട്ടും. നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് 2 സൈഡിലും. അപ്പോൾ 2 സൈഡ് അളവിട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് 4 സൈഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഡോർ സെറ്റ് ചെയ്യാം. അപ്പോൾ എളുപ്പം കിട്ടും. 4 സൈഡ് നമ്മൾ ഗ്യാപ്പ് ഇടേണ്ട ആവശ്യമില്ല.
ഡോർ നമ്മൾ ഇതേപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഇഞ്ചസാണ് വെക്കണം, 1.5 ഇഞ്ചിൻ്റെ ലോറി ഇഞ്ചസാണ് നമ്മൾ ഡോറിന് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് ഇതേപോലെ ഇവിടെ ഇങ്ങനെ കൊടുക്കണം 2 അപ്പോൾ അതും കൂടെ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാം. അങ്ങനെ ഡോർ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നെറ്റ് സെറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ ഡോർ നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ നെറ്റ് സെറ്റ് ചെയ്യുന്നത്. നമുക്ക് കറക്റ്റായിട്ടുള്ള അളവിന് വെച്ച് വെൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് കുറച്ചുകൂടി എളുപ്പം. ഞാൻ അങ്ങനെയാണ് മിക്കവാറും ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്കിനി ഇതേപോലെ അളവിന് നമ്മൾ വെച്ചതിന് ശേഷം നമുക്കിത് ഫുള്ള് വെൽഡ് ചെയ്തൊന്ന് എടുക്കാം. വെൽഡ് ചെയ്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ നമ്മളെ ബിൽഡിങ് ഫുള്ള് കഴിഞ്ഞു. റിങ്ങിൻ്റെ പരിപാടി ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് എപ്പോക്സി പ്രൈമറും കൂടെ നമ്മൾ അടിക്കുന്നുണ്ട്. ഇപ്പോൾ എപ്പോക്സിയുടെ നമ്മൾ ബ്ലൂ പെയിൻ്റാണ് അടിച്ചിരിക്കുന്നത്. എപ്പോക്സി നമ്മൾ ഫുള്ള് അടിച്ച് ക്ലിയർ ആക്കിയതിന് ശേഷം നമ്മൾ കിണറിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് അളവിന് തന്നെ നമുക്ക് ഫുള്ള് കിട്ടിയിട്ടുണ്ട്. നല്ല വൃത്തിക്ക് തന്നെ നമ്മൾ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇതുപോലുള്ള വീഡിയോക്കായി എൻ്റെ പേജ് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.